നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമൊക്കെ എല്ലാം കുറിച്ച് പഠിച്ചോ? ഇപ്പൊ ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അവന് വീഡിയോ എടുക്കേ ഫോൺ എടുക്കേ എന്ന് പറഞ്ഞോളൂ പറച്ചല്ലോ. ഇപ്പൊ അവന് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എന്നിട്ട് സ്പെഷ്യല് എന്നിട്ട് കറി ഉണ്ടാക്കിയേക്കണേ? എനിക്ക് ഭയങ്കര കുറുമ്പാണ്, കടിഞ്ഞക്കലാണ്. നോക്കി നിക്കണം നമ്മള്. കണ്ണ് തെറ്റി ഇവിടെ വന്ന പിന്നെ അപാര കുറുമ്പായേക്ക ഒരു രക്ഷയിലേക്ക് കടി അതിനിങ്ങനെ കഴുത്തിന് പൂച്ചക്കുഞ്ഞിനെ പിടിച്ചിട്ട് അവിടെ മറച്ചൊക്കെ കിടക്കായിരിക്കും അവിടെ കണ്ടു. എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് ഇത്ര കുറുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വെച്ച് ഭയങ്കര കുറുമ്പ് കൂടി. കാരണം ഇവിടെ വെച്ചിട്ട് അധികം അടി പോലീസ് അമ്മാനെ തല്ലാൻ പാടില്ല, പോലീസ് വരും. പറയാ ഒരു കണ്ട നാളെ ചോദിച്ചിട്ടാ ആദംകുട്ട ആരെ തല്ലണ, ആദംകുട്ടിന്ന് വട്ടി എവിടെയും ചോദിച്ചിട്ടാ എന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനത്തിക്കുള്ള കറി വെക്കാനും പിന്നെ ദോശമാവിനെ അരച്ച് വെച്ചിട്ടേ ഉണ്ടാക്കി വെച്ച് ചൂടാറില്ല, അതന്നെ ഉണ്ടാക്കിയില്ല. ഇവരെ എനിക്കാന്ന് ഇവരെ ഉണ്ടാക്കാൻ പോട്ടെ. ഇവിടെ ഉണ്ടാക്കലൊന്നുമില്ല, ദോശ ഉണ്ടാക്കലൊന്നും ഇല്ല. അങ്ങനെ പാദംകുട്ടനുള്ള കാരണം ഉണ്ടാക്കിയാൽ പോണെന്ന് വെച്ചാൽ തിന്നോന്ന് വിചാരിച്ചു തിന്നലും ഉണ്ടാവില്ല. എന്നാലും അമ്മച്ചി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി നോക്കി വലുത് തിന്നാ എല്ലാ ദിവസവും ചോരൊന്നും ഉണ്ടാക്കി നോക്കും. നമ്മള് തിന്ന് വീർക്കല്ലാണ്ട് ഇവര് തിന്നത്തില്ല. ഹസിക്കുട്ടനാണെങ്കിൽ അവന് ഗീ റോസ്റ്റ് മതി എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇത്തിരി ബട്ടറൊക്കെ തേച്ചുണ്ടാക്കിയ അവനുള്ളപ്പോ ഒരു ദിവസം ഉണ്ടാക്കിണ്ട അത് ഒരെണ്ണം തിന്നു, പിന്നെ അത് ഉണ്ടാക്കിയത് തിന്നില്ല. മാവൊക്കെ നല്ലോണം വീർത്തം കിട്ടാ, വീർത്ത് പൊന്തി ആറും തിന്നലൊന്നും ഉണ്ടാവില്ല. ഇത് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്കത് തിന്ന് തീർക്കേണ്ടി വരും. അതാണ് കൂടെ ഞാൻ ഉണ്ടാക്കാത്തത്. ആർക്കും വേണ്ടത് ദോശയൊന്നും. അമ്മച്ചി ഉണ്ടാക്കുമ്പോ കറക്റ്റ് റൗണ്ട് വരുന്നു. ബ്യൂട്ടിഫുൾ. കറി കാലത്തത് ചെറുപയറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പച്ചന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം വെച്ചു ചോറ് കൊടുത്തയച്ചു. നല്ല വലിയ ചാളുണ്ട്, നല്ല കസരപ്പെട്ട ചാളക്ക്. നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? വില 300, 290 കണ്ട. പക്ഷെ ഇപ്പൊ മീന് വില മറ്റേ ട്രോളിങ് ഒക്കെയല്ലേ, അതുകൊണ്ടായിരിക്കണം വില കൂടുതലാണ് മീന്. ഒന്ന് ചാളയൊക്കെ 100 രൂപയ്ക്ക് ഒരു കിലോ. ഇഷ്ടമുണ്ട്. ആദ്യത്തിന് അബ്രൂന് ഇഷ്ടം മീൻ, പക്ഷെ അബ്രൂന് ചാള കൊടുക്കാൻ പറ്റില്ല, മുള്ളു ഇതാവില്ലേ. നമ്മുടെ ദോശ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അതെ കരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാ ഇവിടെ കരിയിക്കണമെന്ന് അങ്ങനെ. ഇത് ഭയങ്കര നൈസാണ് ട്ടാ. അടുത്ത ദോശ അമ്മച്ചി ചൂടാൻ വേണ്ടി ഇട്ടു. ദോശ ഇതൊന്നും ഉണ്ടാക്കാത്ത വീടാ. എന്താ നോക്കണ, പിള്ളേരായി കഴിഞ്ഞ പിന്നെ മാറ്റം. നിങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പോണ സമയത്ത് 4 മണി തൊട്ട് എന്തെങ്കിലും ആളൊന്നും 4 മണി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കാറുണ്ട്. എന്നാലും ദോശ ഒന്നും ഉണ്ടാക്കാറില്ല, വല്ല അടയാ. കൊള്ളി പുഴുങ്ങിയത്, ചക്ക വന്നാ ചക്ക, കൊള്ളി വന്നാ കൊള്ളി, അങ്ങനെ ആയിരുന്നു. ഞാൻ വെറുതെ ഒരു ട്രെയിലടിച്ച് 2 ദോശ ഉണ്ടാക്കി നോക്കി, പക്ഷെ നൈസായി കിട്ടി. പക്ഷെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ഷേപ്പിലാ വന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ദോശ ആവണുണ്ട്. ഒരാൾ ഉറക്കത്തിന്ന് എന്റെ വശം തന്നെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നേക്കണ്ടാ. ഇതാരെ കൊണ്ടുവന്നേതാ? വേഗം വാങ്ങിക്കാൻ വന്നി. ഇതാരെ കൊണ്ടുവന്നേ? പറയില്ലേ? പറയടാ. അത് പൊടിഞ്ഞു കൂട്ടാ. ഇവന്റെ ഡാൻസ് കളിക്കല് ഇന്നലത്തെ കായ് വറുത്തതൊക്കെ ഫോൺ വിളിക്കുന്നു. ഇന്നലത്തെ കായ് വറുത്തത് കൊറേ പൊടിച്ചുണ്ടായി. വന്നപ്പോഴേ താഴത്ത് കിടക്കാൻ വേണ്ടിട്ട് പായല് കിടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ റൂമില് ബെഡ് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. ഇവന്മാര് 2 എണ്ണം കൂടി ബെഡിൽ കയറി ഭയങ്കര കളിമേള. എന്റെ പിരിക്കു നോക്കിയേ. എന്റെ ആ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വിള്ളല് പോലെ ഉണ്ട്, അതൊക്കെ പൊളിച്ച് തിന്നലാണ് നമ്മുടെ അബ്രു. ആരാ കൊടുത്തേ ഫോൺ? ആര് വിളിക്കണേ? ഹലോ, അങ്ങോട്ടെ കേക്ക് എടുത്ത് വെച്ചേ കുഞ്ഞ്. അപ്പാപ്പനോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതല്ലേ അതാ. ഫോൺ കൊടുക്കാൻ മാമയ്ക്ക് കൊടുക്കടാ. അമ്മ
ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേ പറയുന്നു ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചോറിനോന്ന് വെച്ചേ, ചായ കുടിച്ചോ? അതല്ല പറയാ, എല്ലാവരും കമന്റ് ഇടാൻ പറഞ്ഞ എല്ലാവരും കമന്റ് ഇട്ടോട്ടാ. കൊച്ചു പറയുന്നുണ്ട് ഇറങ്ങിയിടാ നിന്റെ കൊട്ട കേക്ക് പിടുത്തോണ്ട് കൂടാതാ, രക്ഷപ്പെട്ടോടാ, എസ്കേപ്പ് തോമാസ് കുട്ടി വിട്ടോടാ. അതത് പൊടിഞ്ഞു പൂട്ടാ, തമ്മെടുത്ത് വെക്കാം. അമ്മാമ ദോശപ്പാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശ നല്ല ദോശ നെയ്യിൽ ചുട്ട ദോശ. പറയടാ, പച്ചമുളക് ഇട്ട ദോശ. ആ പിന്നെ ദോശ മുളകും പച്ചമുളകും. ആ അമ്മാമ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. അതൊരു തന്നേ കുഞ്ഞോ, പപ്പടാക്കാനല്ല കൊണ്ടുവന്ന. അത് ഗൂഗിൾ പേ ചെയ്ത്. ഞാൻ പാപ്പ മേടിച്ചു, അത് ഗൂഗിൾ പേ ചെയ്ത് എനിക്ക്. ശരിയായി. ഗൂഗിൾ പേ എവിടെ ചെയ്തേ? ആ ചെയ്താ. ഇതൊക്കെ ഈ സാരി എനിക്ക് തക്ക് വാങ്ങിച്ചു കൊണ്ടത്. പക്ഷെ ഇത് കൊടുക്കാൻ നല്ല സുഖമുണ്ട്, നല്ലോണം ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ എന്റെ വണ്ണം കാരണമാണ് ഏത് സാരി എടുത്തിട്ട് എനിക്ക് ഒതുങ്ങാത്തത്. എത്തി അയിലല്ലത്, ചാള. ചാള പൂമീൻ അയില പറഞ്ഞതോ? അയില പൂമീൻ ചാള അതറിയില്ലേ കൊച്ചു? അവിടെ വിളിക്കുന്ന കേട്ടുണ്ട് അയില പൂമീൻ ചാളയാ വണ്ടിക്കാരൻ. ആ അതന്നെ. ഓ ഇതുവരെ വിളിക്കും. ഓ ഇങ്ങനെ വിളിക്കവേ. അപ്പൊ അതും പറയും നിക്കല്ലേ. നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കാട്ടാ. വേറെ ഒന്നല്ല, ഒരുപാട് കമന്റുകൾ നമുക്ക് വരുന്നുണ്ട്, പക്ഷെ ഒന്നിനും റിപ്ലൈ ചെയ്യണില്ല. റിപ്ലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പൊ വിചാരിക്കും എല്ലാവർക്കും പിള്ളേരുണ്ട്, എല്ലാവർക്കും വീട്ടുകാരുണ്ട്, സംഭവം ശരിയൊക്കെയാണ്. ഞാനിപ്പോ എന്തെങ്കിലും ഫോണൊക്കെ എടുക്കുമ്പോഴേക്കേ ഇവന്മാരെന്തെങ്കിലും എടുത്ത് തിന്നേ, എനിക്ക് പേടിയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ അമ്മച്ചിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്തത്. ഞാൻ അമ്മച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കല് കുറവാണ്. പരാതി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകല് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവൾക്ക് കൊച്ചങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ എനിക്ക് ഇടക്കളയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കണം. പിന്നെ അവിടെ നിന്ന് അപ്പച്ചൻ്റെ അമ്മച്ചുള്ള കാരണം കൊണ്ട് ഇവൾക്ക് പിന്നെ കമന്റുകൾക്ക് കുറച്ചെങ്കിലും റിപ്ലൈ ചെയ്യാൻ പറ്റണം. എന്നാലും റിപ്ലൈ കുറവാണ്. എണീറ്റ് വന്നേക്കും ചായ കൊടുക്കണം, നൊലോലിയായിട്ട് എണീറ്റ് വന്നെ. രാത്രി ഇനി മര്യാദയ്ക്ക് ഉറങ്ങില്ല, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിന് നേരം വിളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കാൻ നിൽക്കണം, മക്കളെയും കുളിപ്പിക്കണം നേരം, പിന്നെ കഞ്ഞി കൊടുക്കണം. പിന്നെ അത് കഴിയുമ്പോഴേക്കും കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഉച്ചക്കാലത്തെ സ്റ്റോറിൻ്റെ പ്രാരാബ്ദം പറയും, പരാതികളും പറയുന്നതല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്ലൈ തന്നെ നേരം കിട്ടാത്തത്. പിന്നെ ഈ വാലുമേന്ന് നീങ്ങില്ല അവളുടെ. പിന്നെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ ഇവരെ നോക്കലും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത്. നമ്മളോട് ആർക്കും ഒരു ദേഷ്യമോ വിഷമോ ഒന്നും തോന്നരുത്. ഞാൻ മെസ്സേജ് ഇത്ര വിട്ടു, എനിക്ക് റിപ്ലൈ തന്നില്ല. ഞങ്ങൾ കമന്റ് വിടുന്നു, ഞങ്ങൾ നിങ്ങളോട് വേണ്ട, നിങ്ങൾ കമന്റ് വിടും, റിപ്ലൈ തരാൻ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നത് ആർക്കായാലും ഒരു സങ്കടം ദേഷ്യമൊക്കെ ചിലപ്പോ തോന്നണുണ്ടാവും. നമ്മുടെ ഇതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരാത്തത് കേട്ടാ. അപ്പൊ ആരോ ഒരു പുതിയ സബ്സ്ക്രൈബർ നമ്മളോട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജി എന്നാണ്. ചിലപ്പോ അറിയാത്തോണ്ടായിരിക്കും സ്റ്റേജി. വീട് മറ്റേ ഇവിടെ കാടൂറ്റിയില് കെട്ടിച്ചേക്കുന്നത് വരന്തരപ്പള്ളിക്കാണ്. പിന്നെ അമ്മച്ചിയുടെ സാരി ഞാൻ മിഞ്ഞാന്ന് വാങ്ങിച്ചു കൊടുത്ത സാരി ആർക്കും ഇഷ്ടമായില്ല. കൊറേ കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്കും സത്യത്തിൽ ഇതിൽ കണ്ടപ്പ ഒരു മുഖത്തൊരു എക്സ്പ്രഷൻ കാരണമാണ് ഇഷ്ടം. ഞാൻ രണ്ടുപേരെ ഉറക്കി കെടുത്തിട്ട് പോന്ന് വീഡിയോ എടുക്കാൻ വന്നത്. നോക്കിയേ, ഒരുത്തന്നെ ഇവിടെ മാതാവിനെ പിടിച്ചിക്കണ്, ഒരുത്തന്നെ എനിക്ക് ഓടി പോന്നേക്കണ്. ഞാൻ തിരിച്ചു ചെയ്യാ പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പൊ ആള് കിടന്നവര് കിടന്നോളൂ, ആളില്ല എനിക്ക് പോലും കണ്ടിട്ട് നടന്നു പോന്നേക്കണ്. അമ്മച്ചിയുടെ സാരി ആർക്കും ഇഷ്ടായില്ല. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആ സാരി എടുത്തേട്ടാ. അമ്മച്ചിക്ക് അങ്ങനത്തെ ഒരു കളറില്ല. ആ വാടാമല്ലി, വേറൊരു വാടാമല്ലി കോഫി ബ്രൗൺ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായി. അതൊക്കെ നല്ല കളറുകളാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായി. പക്ഷെ അതുപോലത്തെ സാരികൾ അമ്മച്ചിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇല്ലാത്തൊരു കളർ നോക്കി ഞാൻ എടുത്തത്. അമ്മച്ചിക്ക് ഇപ്പൊ ആ സാരി ഇഷ്ടമായി നല്ലോണം. അത് സാരി കുഴപ്പമില്ല, നല്ല സാരി എടുക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പക്ഷെ അതിനപ്പോ ഞാൻ പോയി നോക്കി, 2 അങ്ങനത്തെ പച്ചയുണ്ട്. അപ്പൊ ആ കളറ് അങ്ങനത്തെ ഇല്ല. പക്ഷെ
എന്തെങ്കിലും ആയാലും മുഷിയാലും പെട്ടെന്ന് അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഉടുക്കാൻ നല്ല സുഖമാണ്. ഞാനത് ഉടുത്തിട്ടുണ്ട് കേട്ടോ. പാത്തിച്ചേ എന്റെ ഉവാവ് മാറ്റി തന്നെ വേളാങ്കണ്ണി മാതാവിന്റെ ഈശവെള്ളം മാതാവിന്റെ മുമ്പ് പള്ളി പെരുന്നാളാ കണ്ടാ 2 റിമോട്ട് കൈപിടിച്ചിങ്ങണ്ടാ മേടിച്ചു കഴിഞ്ഞാൽ നൊലോളി കൂട്ടം നൊലോളി ആ റിമോട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാ പിന്നെ അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഇട്ടോണോ അവര് നൊലോളിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, എന്നെ അമ്മച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം. നമുക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളെ കാണണമെങ്കിൽ വന്ന് വർത്താനം പറയാം. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്, സ്നേഹമാണ്. ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വർത്താനം പറയാണ്ട് പോവാറില്ല. അപ്പം അങ്ങനെയൊക്കെ വന്ന് വർത്താനം പറയാട്ടാ. ഞങ്ങൾ കമന്റിന് റിപ്ലൈ തരാത്തത് ഇതുകൊണ്ടാണ്. ആരും വിഷമോ ഒന്നും വിചാരിക്കരുത്. അതും പറഞ്ഞ് ഈ കമന്റ് ഇടാണ്ടിരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്നിട്ട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണ്ട. ഞങ്ങൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, അതിന് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. അത് ഈ അവസ്ഥ കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.